മതി നാടകം. അഭിനയം നിർത്തി ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എന്നോട് ആജ്ഞാപിക്കുന്നോടി. ഒറ്റ ചവിട്ടിന് തീരാനുള്ളതേ ഉള്ളൂ നീ. പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലില്ല. അന്നാമയിൽ നിന്നും കുറച്ചുകൂടി പിടിച്ചു പറ്റാനുണ്ട് നിങ്ങൾക്ക്. അതും കൂടി കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ എന്നെ കൊല്ലൂ. എക്സാക്ട്ലി. അപ്പൊ നിനക്ക് വിവരമുണ്ട്. എന്താടി ഒരു ശബ്ദം? അത് പൂച്ചയാ. പൂച്ചയാണെന്ന് കൃത്യമായി നിനക്ക് എങ്ങനെ അറിയാം? ഒരു പൂച്ച ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നിന്റെ മുഖത്ത് എന്താടി ഒരു പന്തികേട്? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഡാനിയൽ അത് കണ്ടുപിടിച്ചോളാം. കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ അല്ലേ ആലിസേ? ആലീസേ, ഒന്ന് പോയി നോക്ക്. യമുനേ, യമുനേ ചേച്ചി, ഞാൻ മുകളിലുണ്ട്. യമുനേ, ഞാൻ എവിടെ ഉണ്ട്? ആ, നീ എവിടെയായിരുന്നു? ഞാൻ ഇതിനകത്തായിരുന്നു. ദൈവമേ, വെള്ളം ഇല്ലായിരുന്നത് ഭാഗ്യം. അയാള് പോയി. സംശയം എന്തെങ്കിലും? സംശയമല്ലേ ഉള്ളൂ. അത് ഇന്ന് മാത്രമല്ലല്ലോ, എന്നും അങ്ങനെയല്ലേ. വാ. എന്റെ നെഞ്ച് തീയായിരുന്നു ഈ നേരം മുഴുവൻ. എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. എന്റെ തൊട്ടടുത്ത് വരെ വന്നോ? ഈശ്വര, ആ ടാങ്കിനുള്ളിലേക്ക് എങ്ങാനും നോക്കിയിരുന്നെങ്കിൽ. ടാങ്കോ? ആ,
മുകളിലൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ഭാഗ്യം. ഇനിയും ചിലപ്പോ അയാൾ വന്നേക്കും. ഇപ്പോ ഭാഗ്യത്തിനാ കണ്ണിപ്പെടാത്തത്. കിട്ടിയ അയാള് നിന്നെ തുണ്ടും തുണ്ടും അരിയും മോളെ. ഞാൻ എന്ത് ചെയ്യും ചേട്ടത്തി? വിശാല് വന്നാലുടനെ നീ ഇവിടുന്ന് സ്ഥലം മാറണം. എനിക്ക് അതിൽ വിഷമമുണ്ട്. പക്ഷേ എന്റെ വിഷമമല്ല മോളെ പ്രധാനം, നിന്റെ ജീവനാ. കോടതി വിധിയെ താൻ മാനിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. വാർത്താലേഖകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പ്രശസ്ത സിനിമാ താരവും കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് ജേതാവുമായ കുമാരി യമുനയെ കാണാതായിരിക്കുന്നു. യമുനയുടെ സംരക്ഷകനായ ഡാനിയൽ എന്ന ഫിലിം പ്രൊഡ്യൂസറുടെ ബംഗ്ലാവിൽ നിന്നുമാണ് യമുനയെ കാണാതായിരിക്കുന്നത്. ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന 5ഓളം ചിത്രങ്ങളുടെ പണി ബാക്കി കിടക്കുമ്പോഴാണ് ഈ നടി പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. നമുക്ക് പോലീസിൽ പരാതി കൊടുത്താലോ? പരാതി കൊടുത്താൽ വേണ്ട, അത് പ്രശ്നമാകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും അച്ഛാ? ആ ഡാനിയലിനെ ഞാനൊന്ന് പോയി കാണട്ടെ. വേണ്ട, നീ ഒരിടത്തും പോണ്ട. അയാളുടെ കസ്റ്റഡിയിൽ നിന്ന് അവളെ കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളിൽ നിന്ന് ശരിയായ ഒരു മറുപടി കിട്ടില്ല. പിന്നെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? കഠിനകുളം മേഖലയിൽ കടൽ സാധാരണ നിലയിലാണ്. യമുന താങ്കളുടെ ആരാണ്? യമുന എൻ്റെ മകൾ. അവൾ എൻ്റെ മകളാണ്. പക്ഷെ നിങ്ങൾ തന്നെയല്ലേ ഒരിക്കൽ അവളെ അറിയില്ലെന്ന് പരസ്യമായി പറഞ്ഞത്? അവളെ ലോക്കപ്പിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത്? അത് ഉത്തരമില്ലല്ലേ? ആ ഭയം കൊണ്ടല്ലേ ഇപ്പോൾ നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കാത്തത്? മകളല്ലാത്ത ഒരുവളെ കാണാനില്ലെന്ന് പറഞ്ഞ് എങ്ങനെ പരാതിപ്പെടും അല്ലേ? വല്ലാത്ത ധർമ്മസങ്കടമായല്ലോ മഹാകവി. ഭൂമിയില് പാപികളെ ശിക്ഷിക്കണം, കല്ലെറിയണം. പക്ഷേ തെറ്റ് ചെയ്തവരെ മാത്രമേ ശിക്ഷിക്കാൻ പാടുള്ളൂ. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത എന്റെ കുഞ്ഞിനെ അങ്ങ് എന്തിനാ ഇനിയും പരീക്ഷിക്കുന്നത്? ഇവള് പാവമാ. അത് അവിടത്തേക്കും അറിവുള്ളതാണല്ലോ. അറിവ് കേടുകൊണ്ട് ഇവളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റു പുറത്ത് ഇവൾക്ക് മാപ്പ് നൽകണമേ സ്വർഗസ്ഥനായ പിതാവേ. മോളെ, കർത്താവിന് മുമ്പിൽ കണ്ണീർ വീഴ്ത്തുന്നവരെ അവിടുന്ന് കൈവിടില്ല. മോളുടെ ഇപ്പോഴത്തെ ദുരിതങ്ങളെല്ലാം തീരും. നല്ലൊരു ജീവിതം എന്റെ കുഞ്ഞിനുണ്ടാവും. എനിക്ക് ആ കാര്യത്തിൽ അല്പം പോലും പ്രതീക്ഷയില്ല നമ്മച്ചെടുത്തി. നൂല് പൊട്ടിപ്പോയ പട്ടമാണ് ഞാൻ. അങ്ങനെ നിരാശപ്പെടല്ലേ മോളെ. നാളെ ഒരു കുടുംബമൊക്കെ ആയി. കുടുംബം, ആ വാക്ക് കേൾക്കുന്നതിന് എനിക്ക് അലർജിയാ. ഒരു കുടുംബത്തിൽ നിന്നാ ഞാൻ പുറത്താക്കപ്പെട്ടത്. എന്നെ മുറിവേൽപ്പിച്ചത് എന്റെ സ്വന്തം ആളുകൾ തന്നെയാ.
ഞാൻ ഏറ്റവും വേദനിച്ചത് എപ്പോഴാണെന്നറിയോ ചേട്ടത്തിക്ക്? ആ ലോക്കപ്പിൽ വെച്ച് എന്റെ അച്ഛൻ എന്റെ മുഖത്ത് നോക്കി ഇവളെന്റെ മോളല്ലാന്ന് പറഞ്ഞപ്പോഴാ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അബദ്ധത്തിൽ പറഞ്ഞു പോയതാവില്ലേ മോളെ? പിന്നീട് അതേ അച്ഛൻ മോളെ തേടി വന്നില്ലേ? അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ഒരായുഷ്കാലത്തിന്റെ 3/4 ഭാഗവും ചേട്ടത്തെ അപമാനിച്ചിട്ട് ചേട്ടത്തിയുടെ ജീവിതം മുഴുവനും ഈ വീൽ ചെയറിലാക്കിയിട്ട് അവസാന നിമിഷത്തിൽ ആ മനുഷ്യൻ കുറെ സ്നേഹം കൊണ്ടുവന്ന ചേട്ടത്തി പൊറുക്കും അയാളോട്. ആ കാണിക്കുന്ന സ്നേഹം സത്യമാണെങ്കിൽ, ചെയ്ത തെറ്റുകളോർത്ത് അയാൾ സങ്കടപ്പെടുന്നുവെങ്കിൽ ഞാൻ പൊറുക്കും മോളെ. നമ്മൾ പൊറുക്കണം. എനിക്കതിന് കഴിയില്ല ചേട്ടത്തി. ഒരുപാട് ദൂരം ഞാൻ പോന്നു കഴിഞ്ഞു. ഇനി എല്ലാം ക്ഷമിച്ചൊരു തിരിച്ചുപോക്ക് ഇല്ല, എനിക്കതിന് കഴിയില്ല. പ്രൊഫസർ ശങ്കർജിയും സുമിത്രയും ഒന്നും എന്റെ ആരുമല്ല. ഞാൻ ഏതോ യമുനയാ, അനാഥയായ ഒരു പെണ്ണ്. എനിക്കത് മതി ചേട്ടത്തി. അതാണ് എന്റെ വിധി. ഹലോ അല്ലേ, ഇതാര്? സാർ, ചായ. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടി? ഇല്ല. പിന്നെന്തിനാ കൊണ്ടുവന്നത്? നീ ഇവിടെ ഹൗസ് വൈഫ് ആകാനുള്ള പരിപാടിയാണല്ലേ? എന്നെ ചതിച്ചിട്ട് അവളെ തുറന്നു വിട്ടിട്ട് നീ ശീലാവതി ചമയുന്നോടി. ബീച്ച് കൊണ്ടുപോടിയ പുറത്ത്. ആ വാ വിശാൽ. ഇരിക്കെ. താങ്ക് യു സർ. ഞാൻ ആകെ ചിന്തിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അവളുടെ വല്ല വിവരമുണ്ടോ? ഇല്ല സർ, സാറിന് വല്ല ഇൻഫർമേഷനും കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നേ. നത്തിങ്. എവിടെയോ സേഫായ ഒരു മാളത്തിലിരുന്ന് അവൾ ചിരിക്കുന്നത് എനിക്ക് കാണാം. ഡാനിയലിനെ കഴുതയാക്കിയ സന്തോഷത്തോടെ. ഒരുപക്ഷെ സാറിന്റെ ഏതെങ്കിലും ശത്രുവിന്റെ കസ്റ്റഡിയിലായിരിക്കും സർ. ഐ മീൻ സാറിന്റെ ബിസിനസ് രംഗത്തെയോ സിനിമാ ഫീൽഡിലെയോ റൈവൽസ്. അറിയില്ലടോ. എവിടെയായാലും ഒന്ന് ക്ലിയറാണ്, അവൾ സ്വമേധയാ പോയതാണ് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷേ അതിന്റെ ആവശ്യം എന്താണ് സർ? യമുനയ്ക്ക് ഇവിടെ സുഖമായിരുന്നല്ലോ, ഒന്നിന്റെയും കുറവില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഒരു രക്ഷപ്പെടൽ? അത് അവളോട് ചോദിക്കണം. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ മാത്രം മതി. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് കൊണ്ടുവരാം.